ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടെക് യാത്രികൻ എന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയമായിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഗിയർ ന്യൂട്രൽ ചെയ്ത് ബാക്ക് ടയർ കറക്കി നോക്കുക. അങ്ങനെ കറക്കുമ്പോൾ വല്ല ആടലോ ഉലയിലോ ഉണ്ടാകുമെന്ന് നോക്കുക. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വണ്ടിയുടെ ബെയറിങ്ങിന് കംപ്ലൈൻ്റ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ടാങ്കിനകത്ത് വല്ല തുരുമ്പോ ഉണ്ടോയെന്ന് നോക്കുക. തുരുമ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ്, കാർബറേറ്ററി പരമായ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ടാങ്ക് നന്നായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സീറ്റ് അഴിച്ച് മാറ്റി അതിൻ്റെ അടിയിൽ വയറിങ്ങിന് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ, അല്ല തുരുമ്പ് അവിടെയും ഉണ്ടോ നോക്കുക. ആ ടാങ്കിൻ്റെ സൈഡൊക്കെ നന്നായി നോക്കുക. വയറിങ് മെയിൻ ചെക്ക് ചെയ്യുക. വയറിങ്ങിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്, 2000-നടുത്ത് വരുന്നത്. അപ്പോൾ വയറിങ്ങൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററിക്ക് 1200 പ്രൈസ് വരുന്നത്. അപ്പോൾ ബാറ്ററി ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ സെൽഫ് വർക്കിംഗ് ആണെന്നാണ്. ഇതിപ്പോൾ ഇതിൻ്റെ സെൽഫ് വർക്കിംഗ് ആണ്. സെൽഫ് വർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അടുത്തതായിട്ട് നോക്കേണ്ടത് വണ്ടിയുടെ പുകയാണ്. കറുത്ത കളറിൽ പുക വരുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് കാർബറേറ്ററി പ്രശ്നമുണ്ട്. പിന്നെ വെളുത്തതാണെങ്കിൽ എൻജിൻ പരമായ പ്രശ്നമുണ്ട്. അപ്പോൾ പുക വരുന്ന വണ്ടി മാക്സിമം ഒഴിവാക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്കാണ്. എൻജിന് ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഓയിൽ ലീക്കുള്ള വണ്ടി മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് പിന്നെ വന്നുകൊണ്ടേയിരിക്കുന്ന ഓയിൽ ലീക്ക്, പാക്കിംഗ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ എൻജിൻ്റെ ഭാഗത്ത് നിന്ന് വല്ല സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഡിസ്കിലേക്കാണ്. ഇതിൻ്റെ ഡിസ്ക് ബെൻഡുണ്ടോ അല്ല ക്രാക്കുണ്ടോ അതൊക്കെ സൂക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ ഡിസ്ക് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക് ഒന്ന് നല്ലോണം നോക്കുക. ചെറിയ വരകളുണ്ടെന്ന് പ്രശ്നമല്ല, വല്ല പൊട്ടലോ ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കിംഗ് ആണോ എന്ന് നോക്കുക. ഓയിൽ ലീക്കുണ്ടോ, ആക്ഷനിങ് ആകുന്നുണ്ടോ, സസ്പെൻഷനൊക്കെ വർക്ക് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതിൻ്റെ പൈപ്പിന് വല്ല വരയും സ്ക്രാച്ചോ പൊട്ടലോ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ യാത്രാ വീഡിയോകൾക്കും ബൈക്ക് പരമായ വീഡിയോകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും ഈ ചാനലിലൂടെ വരുന്നത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.